ഹായ് ഓൾ, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇത് ആമിനെയും കൊണ്ട് കൂട്ടായി ബീച്ചിലേക്ക് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. ആമിനെയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ബീച്ച് കാണാൻ വരുന്നത്. നല്ല ചെറുതാകുമ്പോൾ ആമിനെ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവൾക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് അവൾ ബീച്ച് കാണുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ ഒരു റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, നമ്മളെവിടേക്കാ വന്നത് അറിയില്ല. ആമി കാറിൽ ഫുള്ളി കിടന്നുറങ്ങി. ഇവിടെ വന്നപ്പോ കൂടെ വാ സംഭവം ഇങ്ങോട്ട് വരുന്നതെന്നുള്ള അവൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വരുന്ന വഴി അവൾ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബീച്ച് കാണാനായിട്ട്. അതുപോലെ മണലിലൊക്കെ കളിക്കാൻ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊന്നും പുറത്ത് വിടാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സത്യം പറഞ്ഞാൽ അവളുടെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് നമ്മളിത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബർത്ത്ഡേ ഷൂട്ട് നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് വഴി തെറ്റിപ്പോയി. അങ്ങനെ അധികം നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ വരാറില്ല. മാപ്പൊക്കെ ഇട്ട് നമ്മൾ വന്നെങ്കിലും മാപ്പ് ചതിച്ചു ഗൈസ്. നമ്മൾ വഴി തെറ്റി കുറേ ടൈം അങ്ങനെ പോയി കിട്ടി. വന്നപ്പോഴേക്കും ലൈറ്റൊക്കെ പോയി. അതേപോലെ ഫോട്ടോഷൂട്ടൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബീച്ചിൽ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആമിനെ ഫ്രീ ആയി വിട്ടിരിക്കുകയാണ് ഇന്ന്. അത് പോയൊക്കെ അത് പോയി നോക്ക്. അവിടെ അടുത്ത് പോയി കഴിഞ്ഞ അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അങ്ങനെ ദേ പപ്പയും ആമയും കൂടെ ഈ ഒരു പില്ലേഴ്സിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. അതെ, ആമി വീണ്ടും മണലിൽ കളി തുടങ്ങിയിട്ടുണ്ട്. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ മണലിലൊരു കൂളിംഗ് ഉണ്ടാവുമല്ലോ ഈവനിങ് ടൈമിലൊക്കെ. അപ്പോൾ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആമിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ കാലിക്കറ്റ് ബീച്ചിലെ പോലെ അത്ര ക്രൗഡൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്ലീൻ തന്നെ ആയിരുന്നു കേട്ടോ ബീച്ച്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആമീനെ ഫ്രീ ആയിട്ട് വിട്ടത് അവൾക്ക് കളിക്കാനൊക്കെ. പക്ഷേ ഇതേപോലെ ബീച്ചിൽ ഇറങ്ങാൻ അവൾക്ക് വെള്ളം കണ്ടപ്പോൾ കുറച്ച് പേടിയായിപ്പോയി. അവൾ മേലേക്ക് തന്നെ കയറി പോവാണ്. ഞാൻ ഇതുപോലെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അവൾ മേലേക്ക് കയറി പോവാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഒരു പേടി മാറ്റാനായിട്ട് ഞാനും മാമിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് അത് വെള്ളം വരുന്ന അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണല്ലോ നമ്മുടെ ബീച്ചിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആമിനെ ഞാൻ കൂടെ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അവൾ വീണ്ടും എൻ്റെ കൈ വിട്ട് മേലേക്ക് തന്നെ ഓടിപ്പോവാണ് കേട്ടോ. അമ്മ നിന്നോ, ഞാൻ പോവാ, എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അങ്ങോട്ട് തന്നെ ബാക്കിലേക്ക് തന്നെ ഓടിപ്പോവാണ് ഉണ്ടായത്.
ഓടി വാ. അങ്ങനെ അതെ ബീച്ചിലെ കുറച്ച് സമയത്തെ കളികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. നന്നായി ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നേരത്തെ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു പില്ലറിൻ്റെ മേലെ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ആമി വാ ഇറങ്ങുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. മണലൊക്കെ വാരി തന്നെ എറിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ബർത്ത്ഡേ സോങ് ആണ് കേട്ടോ. എത്ര വയസ്സായി? 3 പറയും. എങ്ങനെ 3 എങ്ങനെ? 1 2 സ്റ്റാർട്ടിംഗിൽ നമുക്ക് പോവാ. നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് പുറത്തിറങ്ങിയപ്പോൾ ആമി വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആമിക്ക് പിന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പറയാം എനിക്ക് വിശക്കുണ്ടേ. പിന്നെ കുറേ സമയം അവിടെ കളിച്ചതല്ലേ, എന്തായാലും വിശക്കുന്നൊക്കെ ഉണ്ടാവും. നമ്മൾ വെള്ളമൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആമിയുടെ ഫേവറേറ്റായ കടല വാങ്ങിച്ചു കൊടുത്തു. കൈയൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ മുന്നിൽ തന്നെ ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ആമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദേ അവിടെ മറ്റേ കാടമുട്ട മസാല ചേർത്ത് വെച്ച സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന് അത് വേണമെന്ന്. അപ്പോൾ ആമിക്കും അത് വേണമെന്ന് പറഞ്ഞു. പക്ഷേ എരിവായ കാരണം ആമി കഴിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കഴുകിത്തരാം. അങ്ങനെ അവരിതേ ചൂടുവെള്ളത്തിൽ ആമിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് 2 കാടമുട്ട കഴുകി തന്നു കേട്ടോ. നമുക്ക് ഇത് ചൂടുവെള്ളത്തിൽ 2 കാടമുട്ട ആമിക്ക് വേണ്ടി അവർ കഴുകിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആമിയുടെ അപ്പുറത്ത് ഐസ്ക്രീം നോട്ട് ചെയ്ത കാരണം അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ബർത്ത്ഡേയിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വാങ്ങിച്ചതാണ്. സാധാരണ ഇതുപോലെ പുറത്തുനിന്ന് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ആമി അത് കഴിക്കുകയാണ്. കാടമുട്ട ഇതുപോലെ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് അതിൽ വൈറ്റ് മാത്രം മതി. കാരണം ആമിക്ക് ഇതുപോലെ നോർമൽ മുട്ട ആണെങ്കിലും കോഴിമുട്ട ആണെങ്കിലും ആമി അതിൻ്റെ വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ വൈറ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമും കഴിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലൊന്നും ആമി കഴിച്ചില്ല കേട്ടോ. ഐസ്ക്രീം കിട്ടിയപ്പോൾ പിന്നെ അവളുടെ ഫോക്കസ് മൊത്തം ഐസ്ക്രീമിലായിരുന്നു. അപ്പോൾ അതെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആമിയുടെ ബർത്ത്ഡേൻ്റെ പ്രീ ഷൂട്ടിന് പോയതാണ്. പക്ഷേ സംഭവം ഒന്നും നടന്നില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.